എൻ്റെ കുഞ്ഞെ. അമ്മ പതിയെ അവന് അഭിമുഖമായി തിരിഞ്ഞു. ഉപേക്ഷിച്ചു പോയല്ലേ എൻ്റെ മോനെ, ഒത്തിരി സങ്കടപ്പെടുത്തി അല്ലേ? അവർ കുനിഞ്ഞ് അയാളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു. വാൾട്ടർക്ക് താനൊരു കൊച്ചു കുഞ്ഞായ പോലെ തോന്നി. പപ്പ പറയുന്നൊന്നും കാര്യമാക്കേണ്ട, നിനക്ക് ആ പുസ്തകമൊന്നും വേണ്ട. എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചാൽ മതി. ആരുടെയും ജീവനെടുക്കാതിരുന്നാൽ മാത്രം മതി. അമ്മ കൂടെ ഉണ്ടാകും കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ട് ആ വീട്ടിൽ. നിനക്ക് വേണ്ടത് എന്തായാലും എന്നോട് ചോദിക്കാം. അവസാനമായപ്പോഴേക്കും അവർ പതിയെ അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു തുടങ്ങിയിരിക്കുന്നു. വാൾട്ടർ, പപ്പ അയാളെ കുലുക്കി വിളിച്ചു. ബോധം തിരിച്ചു കിട്ടിയ വാൾട്ടർ കുറെ നേരം ഒന്നും മനസ്സിലാകാത്ത പോലെ ക്രിസ്റ്റഫറിനെ തുറിച്ചു നോക്കി നിന്നു. എന്താ ഉണ്ടായത്? പപ്പയും അമ്പരന്നു പോയിരുന്നു. അമ്മ, കണ്ടോ നീ അവളെ? വൃദ്ധന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. വാൾട്ടർ മറുപടി പറയാതെ ആ പുസ്തകം മാറോട് അമർത്തിപ്പിടിച്ച് തിരിച്ച് സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. വാൾട്ടർ, സോറി പപ്പ, ഇതെല്ലാം കൂടി ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ റെഡിയല്ല. അതും പറഞ്ഞ് മുകളിലേക്ക് കയറിയ വാൾട്ടറെ പ്രതീക്ഷിച്ച് അവിടെ ഒരാൾ നിന്നിരുന്നു. മാർഗരറ്റ്. പ്രതീക്ഷിച്ചില്ല അല്ലേ? അവളുടെ ചോദ്യത്തിന് വല്ലാത്ത മൂർച്ച. നീ എന്താ ഈ സമയത്ത് മാഗി? ഈ സമയത്ത് വന്നതുകൊണ്ട് ഇത്രയും വിവരങ്ങൾ അറിയാനായി. വാട്ട് ഡു യു മീൻ? നിന്റെ പപ്പായുടെ ഈ വൂഡു ബിസിനസ് എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. ഓ, അതാണോ? പപ്പ വെറുതെ എന്തൊക്കെയോ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ വാൾട്ട്, വൂഡുവിനെപ്പറ്റി ഞാനും അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. നല്ലതിനല്ല ഇത്. നരബലി വരെ നടത്തുന്ന വൂഡു മാന്ത്രികരെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. വാൾട്ടർ പുഞ്ചിരിച്ചു. ഞാനും അതൊക്കെ കേട്ടിട്ടുണ്ട് മാഗി. പക്ഷേ ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, വൂഡു എന്നാൽ അതൊന്നുമല്ല. മരിച്ച് മൺമറിഞ്ഞു പോയ നമ്മുടെ പിതാമഹന്മാർ അവരുടെ ലോകത്തിരുന്നുകൊണ്ട് ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ട് എന്നൊരു സിമ്പിൾ കോൺസെപ്റ്റ് മാത്രമാണ് വൂഡു. ഇതിനകത്ത് സൂപ്പർ നാച്ചുറൽ എലമെന്റ് എത്രത്തോളമുണ്ടെന്ന് കണ്ടുപിടിക്കണം. സയൻസിന് വിശദീകരിക്കാനാവാത്ത കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ. പഠിക്കണം. അപ്പോഴേക്കും ക്രിസ്റ്റഫറും കയറി മുകളിലെത്തിയിരുന്നു. പുറത്തിറങ്ങിയ ഉടനെ അദ്ദേഹം ബേസ്മെന്റിലേക്കുള്ള കതക് താഴിട്ട് പൂട്ടി. ഞാൻ വന്നത് പക്ഷേ ഇതിനൊന്നുമല്ല. എനിക്കൊന്ന് പേഴ്സണലായി സംസാരിക്കണം. വരൂ. അവൾ പുറത്തേക്ക് നടന്നു. മുറ്റത്തേക്ക് ഇറങ്ങിയതും മാഗി വെട്ടിത്തിരിഞ്ഞതും വാൾട്ടറുടെ കവിളിൽ ആഞ്ഞൊരടിയടിച്ചതും ഒരുമിച്ചായിരുന്നു. നടുങ്ങിപ്പോയി അയാൾ. ചതിയനാണെന്ന് ഇത്രയും വർഷം കൂടെ നടന്നിട്ടും നീ? മാഗി? വാൾട്ടർ ആകെ അമ്പരന്നു പോയിരുന്നു. ഇനിയും എന്നെ മണ്ടിയാക്കാമെന്ന് കരുതരുത്. ഞാനെല്ലാം അറിഞ്ഞു. എന്തറിഞ്ഞെന്ന്? എൻഗേജ്മെന്റ് കഴിഞ്ഞ വിവരം നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കാനായി ഞാനൊരു പാർട്ടി നടത്തിയിരുന്നു. ഒരല്പം മുമ്പ് നിന്നെയും ഞാൻ വിളിച്ചിരുന്നു പാർട്ടിക്ക്. സോറി മാഗി, ഞാനിവിടെ പപ്പയുമായി സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അതല്ല എൻ്റെ പ്രശ്നം. ഞാൻ കേട്ടത് സത്യമാണോ വാൾട്ടർ? നിനക്കെന്നെ ഇഷ്ടമായിരുന്നോ? മാഗി. വാൾട്ടർ നടുങ്ങിപ്പോയിരുന്നു. എന്നോടുള്ള ഇഷ്ടം നീ ലോകത്തുള്ള സകലരോടും നടന്നു പറഞ്ഞു, എന്നോടൊഴിച്ച് അല്ലേ? വാൾട്ടർ തല താഴ്ത്തി. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു വാൾട്ട്. എന്തൊരു ദ്രോഹമാണ് നീ എന്നോട് ചെയ്തത്. ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. എത്ര വർഷങ്ങൾ നമ്മൾ ഒരുമിച്ച്. മാഗിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ അവസാന നിമിഷം വരെ കാത്തിരുന്നല്ലോ നീ. മാഗി, ഒന്നും പറയണ്ട. ഞാൻ മറ്റൊരാളുടേതാകാൻ പോകുകയാണ്. നമ്മളിനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ കൂടി പാടില്ല. ജസ്റ്റ് ഫർഗെറ്റ് ഇറ്റ്. എനിക്ക് മിൽട്ടനെ വളരെ ഇഷ്ടമാണ്. ഇനിയുള്ള എൻ്റെ ജീവിതം അയാൾക്കൊപ്പമായിരിക്കും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. നമ്മളിനി നാളെ മുതൽ ഞാനായിരിക്കില്ല നിന്റെ പാർട്ട്ണർ. ക്യാപ്റ്റനോട് റിക്വസ്റ്റ് ചെയ്ത് പുതിയൊരു ഓഫീസറെ അസൈൻ ചെയ്തിട്ടാണ് ഞാനീ വന്നിരിക്കുന്നത്. ഇനി ഒരിക്കലും നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്താൽ ശരിയാകില്ല. ഗുഡ് ബൈ വാൾട്ട്. മാഗി കണ്ണുകൾ തുടച്ചുകൊണ്ട് തൻ്റെ കാറിലേക്ക് നടന്നു. കാർ അകന്നു പോയതും വാൾട്ടർ ആ പുസ്തകത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് പല്ലുകൾ ഞെരിച്ചു. എന്തൊരു വിഡ്ഢിയാണ് ഞാൻ. പിറ്റേന്ന് വാൾട്ടർ ജോലിക്ക് പോയില്ല. മുഴുവൻ സമയവും ആ ബുക്കുമായി തൻ്റെ മുറിയിൽ ചെലവഴിച്ചു അയാൾ. ഭക്ഷണം പോലും കഴിക്കാതെ അയാൾ അതിലെ ഓരോ പേജും അരിച്ചു പെറുക്കി വായിക്കുകയായിരുന്നു. ക്രിസ്റ്റഫറും അയാളെ ശല്യം ചെയ്യാൻ പോയില്ല. ഒടുവിൽ അന്നു വൈകിട്ട്, പപ്പ, ഞാൻ പോലീസ് ജോലി ഉപേക്ഷിക്കുകയാണ്. അയാൾ പിതാവിൻ്റെ മുറിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്. 1 മാസം കൂടി തുടരണം. അന്വേഷണത്തിലിരിക്കുന്ന കേസുകളൊക്കെ ഭംഗിയായി അവസാനിപ്പിച്ച് രാജിവെക്കാനാണ് തീരുമാനം. ക്രിസ്റ്റഫർ ഒന്നും പറഞ്ഞില്ല. മാഗി, മിൽട്ടൺ, ഇവരെപ്പറ്റി ഇനി നമ്മൾ അന്വേഷിക്കുന്നില്ല. പപ്പയുടെ സ്വപ്നവും മറ്റും എനിക്കെന്തോ ഉൾക്കൊള്ളാനാകുന്നില്ല. ഇനി അവരായി അവരുടെ ജീവിതമായി. ഞാനതിൽ ഇടപെടില്ല. പപ്പയും അതുതന്നെ ചെയ്യണം.
പ്ലീസ്. ക്രിസ്റ്റഫർ മൗനം തുടർന്നതേയുള്ളൂ. ഞാൻ വൂഡു പ്രാക്ടീസ് ചെയ്യണമെന്ന് പപ്പയ്ക്ക് വല്ലാത്ത ആഗ്രഹമല്ലേ? അതുതന്നെ നടക്കട്ടെ. അതും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതുപോലെ മാത്രം ആരുടെയും ജീവനെടുക്കാനായിട്ടുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്യില്ല. പക്ഷേ ഞാൻ ഇനിയുള്ള കാലം ഈ മേഖലയിൽ പഠനങ്ങൾ നടത്തും. കാരണവന്മാർ എന്താഗ്രഹിക്കുന്നോ അതൊക്കെ തന്നെ നടക്കട്ടെ. ക്രിസ്റ്റഫറുടെ മുഖത്ത് വിഷാദം തളം കെട്ടി നിന്നു. നിന്റെ ഇഷ്ടം മോനെ. പക്ഷേ നിനക്ക് മാഗിയോടുള്ള സ്നേഹത്തിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ നീ അവളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ചേനെ. പക്ഷേ നീ പറഞ്ഞതുപോലെ കാരണവന്മാർ നിനക്ക് നേർവഴി കാണിച്ചു തരട്ടെ. പിറ്റേന്ന് ജോലിക്ക് ഹാജരായ വാൾട്ടർ തൻ്റെ പുതിയ പാർട്ട്ണറെ പരിചയപ്പെട്ടു. ചെറുപ്പക്കാരനാണ്, ജെയിംസ് ജോൺസൺ. ജിം എന്ന് വിളിക്കും. ആദ്യമായാണ് അയാൾ ഫീൽഡിൽ. ഒരു പേടിത്തൊണ്ടനാണെന്ന് കണ്ടാലേ അറിയാം. വാൾട്ടർ പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചില്ല. എത്രയും പെട്ടെന്ന് ഒരു മാസം കൂടി ജോലി ചെയ്ത് പോലീസ് ഫോഴ്സിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അയാൾക്ക്. ജിമ്മിന് വലിയ ബഹുമാനമായിരുന്നു. സദാസമയം ഓരോ സംശയങ്ങൾ ചോദിച്ച് ഒരു സ്കൂൾ കുട്ടിയെപ്പോലെ അയാൾ വാൾട്ടറെ പിന്തുടർന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾക്ക് ശേഷം തന്റെ സ്വഭാവത്തിൽ വല്ലാത്തൊരു ഗൗരവം കടന്നു വന്നതായി വാൾട്ടർ മനസ്സിലാക്കിയിരുന്നു. കൂടെ ജോലി ചെയ്യുന്നവരും അത് ശ്രദ്ധിച്ചു. മാഗിയുമായുള്ള സകല ബന്ധവും അവസാനിപ്പിച്ചിരുന്നു അയാൾ. അവളും പരമാവധി അയാളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം വാൾട്ടറും ജിമ്മും ഉച്ചഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ വരാം. ജിം മൊബൈലിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. വാൾട്ടർ തന്റെ സാൻഡ്വിച്ച് കഴിക്കാൻ ആരംഭിച്ചിരുന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരാൾ കടന്നു വന്ന് അഭിമുഖമായി ഇരുന്നത്. മിൽട്ടൺ. വാൾട്ടർ അമ്പരന്നു. സോറി, ഞാൻ നിന്നെ ഒന്ന് വിളിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ സമയം. വാൾട്ടർ. മിൽട്ടൺ അയാളെ തുടരാൻ സമ്മതിച്ചില്ല. എന്താണ് നീയും മാഗിയും തമ്മിൽ? എന്താ നിങ്ങൾ പാർട്ട്നേഴ്സിനെ മാറ്റിയത്? അത് വാൾട്ടർ പതറി. ഒഫീഷ്യലായുള്ള തീരുമാനമായിരുന്നു. യു സി വാൾട്ടർ, ഞാനത്ര ബുദ്ധിയില്ലാത്തവനാണോ? ഞാനും മാഗിയും തമ്മിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നറിഞ്ഞതും നിങ്ങൾ പാർട്ണർഷിപ്പ് അവസാനിപ്പിച്ചു. സ്വാഭാവികമായും എനിക്ക് സംശയമുണ്ടാകില്ലേ? എന്തിന്? സത്യം പറയൂ വാൾട്ടർ, നിനക്ക് അവളെ ഇഷ്ടമായിരുന്നില്ലേ? മിൽട്ടൺ, ഈ വിഷയത്തിൽ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എൻ്റെ ഇഷ്ടമല്ല ഇവിടെ പ്രധാനം. മാഗിക്ക് നിന്നിഷ്ടമാണ്. നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നവരാണ്. ഇത്തരം കാര്യങ്ങൾ വലിച്ചിഴച്ച് വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളൂ വാൾട്ടർ. മിൽട്ടൺ ചിരിച്ചു. വാട്ട് ഡു യു മീൻ? വാൾട്ടറിന് എന്തോ പന്തികേട് തോന്നി. അതൊക്കെ പോട്ടെ, നിന്റെ പപ്പ ഇപ്പോൾ എവിടെയുണ്ട്? അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഞാൻ. നിനക്കറിയാമല്ലോ, എൻ്റെ പപ്പയുമായി വളരെ ക്ലോസ് ആയിരുന്നു അദ്ദേഹം. പപ്പ സുഖമായിരിക്കുന്നു, വീട്ടിലുണ്ട്. വാൾട്ടർക്ക് സംഭാഷണം തുടരാൻ എന്തോ മടി തോന്നി. എൻ്റെ പപ്പയ്ക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക്. ഓ ഓക്കെ. വെഡ്ഡിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തോ? വാൾട്ടർ വിഷയം മാറ്റി. അടുത്ത വർഷമേ ഉണ്ടാകൂ വാൾട്ട്. അപ്പോഴേക്കും എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിരിക്കട്ടെ, നിന്റെ പപ്പ ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അവൻ്റെ കണ്ണുകൾ കുറുകിയിരുന്നു അത് ചോദിച്ചപ്പോൾ. വാൾട്ടറിന് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി തുടങ്ങിയിരുന്നു. മിൽട്ടൺ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ തോന്നി അയാൾക്ക്. ഓക്കെ വാൾട്ടർ, പിന്നെ കാണാം. മിൽട്ടൺ എഴുന്നേറ്റു. വാൾട്ടറിന് ഒപ്പം എഴുന്നേൽക്കാനോ ഹസ്തദാനം നടത്താനോ തോന്നിയില്ല. പെട്ടെന്നുള്ള മിൽട്ടന്റെ വിസിറ്റിൽ അയാൾ അസ്വസ്ഥനായിരുന്നു. പ്രത്യേകിച്ച് അവൻ പപ്പായെപ്പറ്റി ചോദിച്ചപ്പോൾ. മിൽട്ടൺ വെളിയിലേക്ക് ഇറങ്ങി തന്റെ കാറിലേക്ക് നടക്കുന്നത് വാൾട്ടർ റെസ്റ്റോറന്റിന്റെ വിൻഡോയിലൂടെ ശ്രദ്ധിച്ചു. കാറിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് അവൻ തിരിഞ്ഞ് അവിടെ അപ്പോഴും ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ജിമ്മിനെ നോക്കി തള്ളവിരൽ ഉയർത്തിക്കാട്ടി. ജിം തിരിച്ചു. അതോടെ ഫോൺ സംസാരം അവസാനിപ്പിച്ച് ജിം തിരിച്ച് റെസ്റ്റോറന്റിലേക്ക് കയറി വന്നു. വാൾട്ടറിന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ഇവനും മിൽട്ടണും തമ്മിൽ. തുടർന്നുള്ള ദിവസങ്ങളിൽ ജോലിയിലുള്ള തന്റെ താല്പര്യം വല്ലാതെ കുറഞ്ഞിരിക്കുന്നതായി വാൾട്ടർ മനസ്സിലാക്കി. പുതിയ പാർട്ണർ ജിം ഒരു പഞ്ചപാവമാണെന്ന് ആദ്യം കരുതിയെങ്കിലും അവൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. അമിത ബഹുമാനവും നിഷ്കളങ്കവുമായ പെരുമാറ്റവുമൊക്കെ അവന്റെ അഭിനയമാണ്. അന്ന് മിൽട്ടനെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഏത് മിൽട്ടൺ എന്നാണ് അവൻ ചോദിച്ചത്. അവർ ഒരുമിച്ച് എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ്. പക്ഷേ വാൾട്ടർ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. എത്രയും പെട്ടെന്ന് ജോലി രാജിവെക്കാൻ തന്നെ വാൾട്ടർ തീരുമാനിച്ചു. സ്റ്റേഷൻ ചീഫുമായി അതിനെപ്പറ്റി ഒരു സംസാരത്തിനുള്ള അവസരം തേടി നടക്കുകയായിരുന്നു അയാൾ. പക്ഷേ ചീഫ് സുമിത് ധർ ഉന്നത ഉദ്യോഗസ്ഥൻ എന്നതിനേക്കാൾ ഉപരി വളരെ അടുത്ത സുഹൃത്താണ്. ഇന്ത്യക്കാരനാണ്.
രാജ്യക്കാരും അയാളുമായി സംസാരിക്കണമെങ്കിൽ നന്നായി തയ്യാറെടുത്തേ മതിയാകും, അല്ലെങ്കിൽ അയാളോട് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല. അതേസമയം മാർഗരറ്റും സമാനമായ പ്രശ്നത്തിൽ തന്നെയായിരുന്നു. അവളുടെ പുതിയ പാർട്ട്ണർ വിക്ടർ ജോൺ ഒരു വല്ലാത്ത മനുഷ്യനാണ്. മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അയാളുടെ രീതികളുമായി പൊരുത്തപ്പെട്ടു പോകാൻ മാർഗരറ്റിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പോലീസുകാരന് ചേരാത്ത ഭാഷയും പ്രവൃത്തികളും അവൾക്ക് വാൾട്ടറെ വല്ലാതെ മിസ് ചെയ്തു തുടങ്ങിയിരുന്നു. ഒരിക്കൽ രാവിലെ മുതൽ വെറുതെ കാറിൽ ടൗണിലൂടെ കറങ്ങുകയായിരുന്നു അവർ. പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ലാത്ത പോലെ വിക്ടർ നിശബ്ദനായിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. മാർഗരറ്റ് പാസഞ്ചർ സീറ്റിലിരുന്ന് അയാളുടെ ഒരു പഴയ കേസ് ഫയൽ പരിശോധിക്കുകയായിരുന്നു. വിക്ടർ കുറെ നാളെ ഏതോ മയക്കുമരുന്ന് ഇടപാട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ സ്വതവേ ഒരു രഹസ്യ സ്വഭാവിയാണ് അയാൾ. പാർട്ട്ണറായിരുന്നിട്ട് കൂടി മാർഗരറ്റിനോട് ഒന്നും വിട്ടു പറഞ്ഞില്ല. തനിക്ക് മാനസികമായി അടുക്കാനാകാത്ത പ്രകൃതമാണ് അയാൾക്കെന്ന് ആദ്യ ദിവസം തന്നെ മാർഗരറ്റിന് മനസ്സിലായിരുന്നു. പെട്ടെന്നാണ് അയാളുടെ പേജർ വൈബ്രേറ്റ് ചെയ്തത്. മെസ്സേജിലേക്ക് നോക്കി അയാൾ പുഞ്ചിരിച്ചു. നമുക്ക് പണിയുണ്ട് മാഗി, റെഡിയായിക്കോ. അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ കാർ ആ നടുറോട്ടിലിട്ട് തന്നെ വട്ടം തിരിച്ചു. പിന്നെ ഒരു കുതിപ്പായിരുന്നു. സ്റ്റിയറിംഗിൽ ഇറുകിപ്പിടിച്ച് അയാളൊരു ഭ്രാന്തനെ പോലെ ആ കാർ പായിച്ചു. വിക്ടർ, മാർഗരറ്റ് അമ്പരന്നു. സ്പീഡ് ലിമിറ്റ്സ്, ഫക്ക് ദ ലിമിറ്റ്സ്. അയാൾ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തന്നെ പിറുപിറുത്തു. അറ്റ്ലീസ്റ്റ് ആ ലൈറ്റ്സെങ്കിലും ഒന്ന് ഓണാക്കൂ. നിയമം തെറ്റിക്കുന്നത് വലിയ മിടുക്കാണെന്ന് കരുതരുത്, നമ്മൾ പോലീസുകാരാണ്. അവളെ ഒന്ന് രൂക്ഷമായി നോക്കി എന്തോ പിറുപിറുത്തുകൊണ്ട് അയാൾ എമർജൻസി ലൈറ്റുകളും സൈറണും ഓണാക്കി. ഇത്രയും പേരിരുന്നിട്ട് ഒരു ക്രൈബേബി ആണല്ലോ എനിക്ക് കിട്ടിയത് പാർട്ട്ണറായിട്ട്. അയാളുടെ സ്വരത്തിൽ പുച്ഛമായിരുന്നു. ഏതാണ്ട് 12 മൈലുകൾക്കപ്പുറം ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വെച്ചാണ് ആ പയ്യനെ അവർ പിടികൂടിയത്. കഷ്ടി 20 വയസ്സ് തോന്നിക്കുന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ യുവാവ്. കാറിൽ നിന്നിറങ്ങി ഓടി അവനരികത്തെത്തിയ വിക്ടർ ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവനെ തള്ളി നിലത്ത് വീഴിച്ചു. പിന്നെ അവൻ്റെ അനുവാദം ചോദിക്കാതെ തന്നെ ശരീരപരിശോധന തുടങ്ങി. ഒടുവിൽ അധികം താമസിയാതെ തന്നെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറുമായി അയാൾ നിവർന്നു. പയ്യൻ ഓടിപ്പോകാതിരിക്കാനായി അയാൾ നടുവിന് തന്നെ ചവിട്ടി പിടിച്ചിരുന്നു. നിന്ന നിൽപ്പിൽ തന്നെ അയാൾ ആ കവറിലെ വെളുത്ത പൊടി തൻ്റെ കൈത്തണ്ടയിലേക്ക് കുടഞ്ഞിട്ട് തൻ്റെ മൂക്കിലേക്ക് വലിച്ചു കയറ്റി. വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ് വിക്ടർ? മാഗി നടുങ്ങിപ്പോയി. പിന്നെ സാധനം ഒറിജിനൽ ആണോ എന്ന് നോക്കണ്ടേ? അയാളുടെ മറുപടി രൂക്ഷമായിരുന്നു. ആ നിമിഷം തൻ്റെ അരയിൽ നിന്നൊരു തോക്ക് വലിച്ചെടുത്ത് 2 പേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് മാർഗരറ്റിന് തോന്നിയത്. അവൾ കോപം അടക്കി നിർത്താൻ പാടുപെട്ടു. ഒടുവിൽ അയാളുടെ ദേഹത്തു നിന്നും കാലെടുത്ത വിക്ടർ പതിയെ തിരിഞ്ഞു നടന്നു. വിക്ടർ, ഇയാളെ ഇനി... മാഗിക്ക് ഒന്നും മനസ്സിലായില്ല. അയാളെ വിട്ടേര്, നീ വാ, നമുക്ക് പോകാം. അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നു കഴിഞ്ഞു. നോ, ഈ കണ്ടീഷനിൽ നീ വണ്ടി ഓടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ഡോർ വലിച്ചു തുറന്നു. ഓക്കേ. അയാളുടെ ശബ്ദം കുഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പതിയെ പുറത്തിറങ്ങി കാറിൽ പിടിച്ച് അയാൾ വീഴാതെ നടന്ന് അപ്പുറത്തെ പാസഞ്ചർ സീറ്റിലെത്തി. ആ പയ്യൻ അപ്പോഴേക്കും അപ്രത്യക്ഷനായിരുന്നു. മാർഗരറ്റ് അമ്പരപ്പോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ആലോചിച്ചിട്ട് മനസ്സിലായില്ല. യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ കാട്ടിക്കൂട്ടിയത്. വാട്ട് ഈസ് റോങ് വിത്ത് യു വിക്ടർ? വാട്ട് ആർ യു തിങ്കിങ്? അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. എൻ്റെ രീതികൾ വളരെ വ്യത്യസ്തമാണ് മാഗി. അയാളുടെ വാക്കുകൾ കുഴഞ്ഞു. ഈ സാധനം നമ്മൾ ലാബിലേക്ക് അയച്ച് റിപ്പോർട്ട് വരാൻ കാത്തിരുന്നാൽ സമയം എത്ര പോകും? ഇതിപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അന്വേഷിച്ചു വന്ന ഐറ്റം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും യു സ്നോട്ടഡ് കൊക്കൈൻ വിക്ടർ, അതും ഡ്യൂട്ടിക്കിടയിൽ. കൊക്കൈൻ അല്ല മാഗി, ഇതാണ് മെത്ത്, ക്രിസ്റ്റൽ മെത്ത്. ഈ ഏരിയയിൽ മിക്ക പിള്ളേരുടെ കയ്യിലും ഇപ്പോൾ ഇതുണ്ട്. എന്നിട്ടാണോ അതിലൊരുത്തിന് നീ വെറുതെ വിട്ടത്? ഓ, അവൻ. അയാൾ കോട്ടുവായിട്ടു. അവൻ പാവം, 10-20 വയസ്സായ ഒരു പാവം പയ്യൻ. അതിനെ പിടിച്ചുകൊണ്ടുപോയി അവനൊരു റെക്കോർഡുണ്ടാക്കി കൊടുത്തിട്ട് എന്ത് പ്രയോജനം? അവൻ്റെ ജീവിതം നശിപ്പിക്കാമെന്നല്ലാതെ. നിനക്കറിയാമോ, ഇന്നത്തെ പോലെ ഒരു അനുഭവം ഉണ്ടായാൽ പിന്നെ അവൻ ജീവിതത്തിൽ ഈ സാധനം തൊടില്ല. ട്രസ്റ്റ് മീ. അല്ലെങ്കിലും നമുക്ക് വേണ്ടത് അവനെയല്ല, അവന് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നവനെയല്ലേ. ഇനി നീ നോക്കിക്കോ, ഞാൻ അവനെ വിടാതെ പിന്തുടരും. എന്നെങ്കിലും ഒരിക്കൽ ഡീലർ അവനെ അന്വേഷിച്ച് ചെല്ലാതിരിക്കില്ല. അന്ന് ഞാൻ അവനെ പൊക്കും. അതാണ് എൻ്റെ പ്ലാൻ. എന്തോ എനിക്കറിയില്ല വിക്ടർ, ഇതൊന്നും പ്രോപ്പർ പ്രൊസീജിയർ അല്ല. മാർഗരറ്റിന് അയാൾ പറയുന്നത് സത്യമാണെന്ന് അറിയാമായിരുന്നു. വിക്ടറിൻ്റെ ഇത്തരം രീതികൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രസിദ്ധമാണ്. എങ്കിലും അവൾക്കതൊന്നും ഉൾക്കൊള്ളാനായില്ല. പിന്നെ മാഗി,
അയാൾ പെട്ടെന്ന് ഞെട്ടിയുണർന്ന പോലെ അവളെ തുറിച്ചു നോക്കി. ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ എത്ര സുന്ദരിയാണെന്ന്? പെട്ടെന്നുണ്ടായ അയാളുടെ ഭാവമാറ്റത്തിൽ ഒന്ന് ഞെട്ടിയെങ്കിലും മാർഗരറ്റ് പെട്ടെന്ന് തന്നെ ശാന്തിയായി. അയാൾ നല്ല ഹൈയാണ്, കണ്ണൊക്കെ രക്തനിറത്തിലായിരിക്കുന്നു. മെത്തേൻഫെഡമിൻ ഉള്ളിൽ ചെന്നാൽ ആളുകളുടെ പേഴ്സണാലിറ്റി തന്നെ മാറിപ്പോകും. ഞാൻ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം വിക്ടർ, സീറ്റ് ബെൽറ്റ് ഇടും. മാഗി കാർ സ്റ്റാർട്ട് ചെയ്യാനാഞ്ഞു. വെയിറ്റ്. അവളെ തടഞ്ഞുകൊണ്ട് അയാൾ സംസാരം തുടർന്നു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ ഓഫീസിൽ നിന്നെപ്പോലെ ഒരെണ്ണം വേറെ ഇല്ല മാഗി. യു ആർ എ ഹോട്ട് പീസ് ഓഫ് വാട്ട്? ആ വാചകത്തിൻ്റെ അവസാനത്തെ വാക്ക് കേട്ടതും മാഗി ഞെട്ടിത്തിരിഞ്ഞ് അയാളെ നോക്കി. മിസ്റ്റർ വിക്ടർ, ഇനിയൊരവസരം നിങ്ങൾക്ക് ഞാൻ തരില്ല. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. അവൾ മുന്നറിയിപ്പ് കൊടുത്തു. സോറി. അയാൾ കൈകൂപ്പിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു. എനിക്ക് തോന്നുന്നത് ഞാൻ ഹൈ ആയെന്നാണ്. നല്ല മരുന്നായിരുന്നു, പ്യുവർ കോമ്പിനേഷൻ. പ്ലീസ് ഷട്ടപ്പ്, സീറ്റ് ബെൽറ്റ് ഇടൂ. മാഗി വണ്ട് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത നിമിഷം മുൻപോട്ടാഞ്ഞ വിക്ടർ അവളെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് തന്നോടടുപ്പിച്ചു. ഞെട്ടിപ്പോയ മാർഗരറ്റ് സർവ്വശക്തിയുമെടുത്ത് അയാളെ പുറകോട്ട് തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾ കുതറുംതോറും അയാളുടെ പിടി മുറുകി വന്നേയുള്ളൂ. അവസാനം ഒരു ഭ്രാന്തനെ പോലെ അയാൾ അവളുടെ ചുണ്ടുകളിൽ അമർത്തിക്കടിച്ചു. ശ്വാസം കിട്ടാതെ പിടിഞ്ഞുപോയി മാർഗരറ്റ്. എത്ര ശ്രമിച്ചിട്ടും ആ രാക്ഷസന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്കായില്ല. ഒടുവിൽ പരാക്രമം അവസാനിപ്പിച്ച് അയാൾ പുറകോട്ട് ചാഞ്ഞു കിടന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ആർ എ ഹോട്ട് പീസ് ഓഫ് നൗ ഡ്രൈവ്. അയാൾ പിറുപിറുത്തു. മാർഗരറ്റിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ജീവിതത്തിലെ ആദ്യത്തെ റേപ്പ് അറ്റംപ്റ്റ്, അതും ഒരു സഹപ്രവർത്തകനിൽ നിന്ന്. അവൾ ആകെ തകർന്നുപോയി. കാറിന് വെളിയിലിറങ്ങി അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. എന്നാൽ ഒരു നിമിഷമേ നീണ്ടു നിന്നുള്ളൂ. സ്വയം അറിയാതെ എന്ന വണ്ണം അവൾ തന്റെ പിസ്റ്റൾ പുറത്തെടുത്തുകൊണ്ട് കാറിനുള്ളിലേക്ക് കടന്നിരുന്നു. യു പീസ് ഓഫ്, പോലീസ് ഓഫീസറാണല്ലേ നീ? അവൾ വിക്ടറിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. യു? അമറിക്കൊണ്ട് ചാടിയെണീക്കാനാഞ്ഞ വിക്ടർ തന്റെ ഇടം കണ്ണിന് നേരെ ചൂണ്ടിയ ആ തോക്കിൻ കുഴൽ കണ്ട് ഞെട്ടി. ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ യു. മാർഗരറ്റിന്റെ സ്വരം ശാന്തമായിരുന്നെങ്കിലും ഒരു കടുവയുടെ ശൗര്യമുണ്ടായിരുന്നു ആ മുഖത്ത്. വിക്ടർ അമ്പരന്നുപോയി. മാഗി, ഗെറ്റ് ദ ഔട്ട്, അവൾ അലറി. നടുങ്ങിപ്പോയ അയാൾ ഡോർ തുറന്നതും അവൾ കഴുത്തിന് പുറകിൽ ആഞ്ഞു തള്ളി അയാളെ വെളിയിലേക്ക് മറിച്ചിട്ടു. തുറന്നു കിടന്ന ഡോർ അടയ്ക്കാൻ പോലും മാർഗരറ്റ് മെനക്കെട്ടില്ല. ആക്സിലേറ്ററിൽ അവളുടെ കാലുകൾ അമർന്നപ്പോൾ ടയറുകൾ റോഡിലുരഞ്ഞ് തീ പാറി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ ആ കാർ പായിച്ചു. ഈ സംഭവവികാസങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു കെട്ടിടത്തിന്റെ ടെറസിൽ ഒരാൾ നിന്നിരുന്നത് അവർ അറിഞ്ഞില്ല. ബൈനോക്കുലറിലൂടെ അവരുടെ ഓരോ നീക്കവും സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരുന്ന അയാൾ നോട്ടം മാറ്റാതെ തന്നെ പോക്കറ്റിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. മിൽട്ടൺ, വി ഹാവ് എ സിറ്റുവേഷൻ. മാർഗരറ്റിന്റെ കോൾ വരുന്ന സമയത്ത് വാൾട്ടർ നല്ല ഉറക്കത്തിലായിരുന്നു. എങ്കിലും അപ്പുറത്തു നിന്നും അവളുടെ ശബ്ദം കേട്ട ക്ഷണത്തിൽ അയാളുടെ ക്ഷീണമെല്ലാം മാറി. പറയൂ മാഗി, എത്ര നാളെ ശബ്ദം കേട്ടിട്ട്? അപ്പുറത്തു നിന്നും ഏങ്ങലടിക്കുന്ന ശബ്ദം മാത്രം. വാൾട്ടർ അമ്പരുന്നു. മാഗി, എന്തു പറ്റി? വാൾട്ട്, ഞാനൊരു വലിയ മിസ്റ്റേക്കാണ് ചെയ്തത്. ഒരിക്കലും നമ്മൾ തമ്മിൽ പിരിയാൻ പാടില്ലായിരുന്നു. അവൾ വീണ്ടും ഏങ്ങലടിച്ചു. എന്തു പറ്റി മാഗി, പറയൂ പ്ലീസ്. അവൾ കരയുന്നത് ആദ്യമായിട്ടാണ് വാൾട്ടർ കേൾക്കുന്നത്. തൻ്റെ ഹൃദയം വിങ്ങുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. വിക്ടർ, അവൻ എന്നെ... അവൾ കിതച്ചു. വാട്ട്? വാൾട്ടർ ചാടി എഴുന്നേറ്റു. വിക്ടർ, നിന്റെ പുതിയ പാർട്ട്ണറോ? അവൻ എന്തു ചെയ്തു നിന്നെ? നീ ടെൻഷൻ അടിക്കേണ്ട വാൾട്ടർ. വാൾട്ടർ താൻ കരുതിയതിനേക്കാളും വയലൻ്റായെന്ന് മനസ്സിലായ മാഗി പെട്ടെന്ന് വിഷയം ലഘൂകരിക്കാൻ ശ്രമിച്ചു. അവനിപ്പോൾ എവിടെയുണ്ട്? പറയൂ മാഗി, അയാൾ അലറി. നോ, ഞാനത് ലീഗലായി ഡീൽ ചെയ്തോളാം വാൾട്ട്. ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞെന്നേയുള്ളൂ. എനിക്കിന്ന് നിന്നെ വല്ലാതെ മിസ് ചെയ്തു വാൾട്ടർ. മാഗി, ഞാൻ അവനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. വൃത്തികെട്ടവനാണ് അവൻ. എ മാൻ ടു മാൻ സംസാരം ആവശ്യമാണ്. എവിടെയാണ് അവൻ്റെ താമസം? നിനക്കറിയുമോ? ഇല്ല വാൾട്ട്, ഇനി അറിഞ്ഞാൽ തന്നെയും ഞാൻ പറഞ്ഞു തരില്ല. നാളെ തന്നെ ഞാൻ സെക്ഷൽ ഹരാസ്മെന്റ് കേസ് ഫയൽ ചെയ്യും. മിക്കവാറും അവൻ്റെ ജോലി തെറിക്കും. നോ, അത് പോരാ മാഗി. അല്ലെങ്കിൽ വേണ്ട, നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. എനിക്കവനെ ഒന്ന് നേരിൽ കാണണം. ആദ്യം എന്താ ഉണ്ടായതെന്ന് പറയൂ. സോറി വാൾട്ട്, നീ ഇതിൻ്റെ പേരിൽ മണ്ടത്തരമൊന്നും കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാഗി ഫോൺ കട്ട് ചെയ്തു. വാൾട്ടർ തിടുക്കത്തിൽ ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങാൻ തയ്യാറായി.
വിക്ടറിന്റെ താമസസ്ഥലം കണ്ടെത്താൻ പ്രയാസമില്ല. ഒരു ഫോൺ കോൾ മതി. അയാൾ ആരെയാണ് വിളിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചതിയാണ് മോനെ. വാതിൽക്കൽ നിന്ന് ആ ശബ്ദം കേട്ട് വാൾട്ടർ ഞെട്ടിത്തിരിഞ്ഞു. എന്താ പപ്പ? നീ വളരെ സൂക്ഷിക്കണം. ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കണം. അബദ്ധം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വാൾട്ട്. ഇത് പപ്പ ഉദ്ദേശിക്കുന്ന കേസല്ല. നീ ആ ബുക്ക് വായിച്ചില്ലേ? എല്ലാ കേസുകളും പരസ്പരം കണക്റ്റഡ് ആണ്. നിന്റെ സ്നേഹം തന്നെ നിന്നെ കൊലക്കി കൊടുക്കും വാൾട്ടർ. എന്താ പപ്പ? മനസ്സിലാവുന്ന ഭാഷയിൽ പറയൂ. അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. വീണ്ടും സ്വപ്നം വല്ലതും കണ്ടു കാണും അല്ലേ? സ്വരത്തിലെ നീരസം മറക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് വാൾട്ടർ തുടർന്നത്. പപ്പ, പ്രായമായി വരുംതോറും സ്വഭാവം കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആകുന്നുണ്ട്. ഒരിക്കൽ അതെനിക്ക് സഹിക്കാവുന്നതിൻ്റെ പരിധി അടക്കും. അന്ന് നമ്മൾ തമ്മിൽ മതി. ക്രിസ്റ്റഫർ തിരിഞ്ഞു നടന്നു. വാൾട്ടർ വിഷണ്ണനായി അത് നോക്കി നിന്നു. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? നിന്റെ സ്നേഹം തന്നെ നിന്നെ കൊലക്കി കൊടുക്കുമെന്ന് വെച്ചാൽ? വാൾട്ടറിന് മനസ്സിലായില്ല. അയാൾ തിരിഞ്ഞ് തൻ്റെ തോക്കെടുത്ത് പോക്കറ്റിലിട്ടു. പിന്നെ പേഴ്സ് എടുക്കാനായി നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. പേഴ്സിനോടൊപ്പം താൻ എപ്പോഴും വെക്കാറുള്ള ബാഡ്ജ് കാണുന്നില്ല. ലൂസിയാന സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ബാഡ്ജ്. അയാൾക്ക് എന്തോ പന്തികേട് തോന്നി. തൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്താനാവില്ല. അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യത ഏറെയാണ്. ആ ബാഡ്ജ് ഉയർത്തിപ്പിടിച്ച് പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞ് ആർക്കും ആരെയും തെറ്റിദ്ധരിപ്പിക്കാം. അയാൾ ആകെ അസ്വസ്ഥനായി വീട്ടിലാകെ അത് തിരഞ്ഞു നടന്നു. പപ്പയോട് ചോദിക്കാൻ തോന്നിയില്ല. അദ്ദേഹം പിണക്കത്തിലായിരിക്കുമെന്ന് കരുതി. കുറച്ചു സമയം അങ്ങനെ കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി. തൻ്റെ ദേഷ്യം കുറേയൊക്കെ ആറി തണുത്തിരിക്കുന്നു. മാഗി പറഞ്ഞതാണ് ശരി. ലീഗലായി ഡീൽ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിലും ഇനി അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് താനല്ലല്ലോ. ഈ സമയം ന്യൂ ഓർലാൻഡ് സിറ്റിയിൽ തന്നെയുള്ള തൻ്റെ അപ്പാർട്ട്മെന്റിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയായിരുന്നു വിക്ടർ. രാവിലെ വലിച്ച മെത്തിന് പുറമെ തലവേദനയ്ക്കുള്ള ഏതാനും ഗുളികകൾ കൂടി വിഴുങ്ങിയപ്പോൾ അയാൾ പൂർണ്ണമായും തളർന്ന് ഉറങ്ങിപ്പോയി. വാതിലിൽ ആരോ ശക്തിയായി മുട്ടുന്നത് കേട്ടാണ് അയാൾ എഴുന്നേറ്റത്. വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റിരുന്നു. ആരാ അത്? അയാളുടെ തൊണ്ട അടഞ്ഞിരുന്നു. മിസ്റ്റർ വിക്ടർ? സാർ, പ്ലീസ് വാതിലൊന്ന് തുറക്കൂ. ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻ ഉണ്ട്. പുറത്തു നിന്നൊരു പുരുഷ ശബ്ദം. അയാൾ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റ് വേച്ച് നടന്ന് വാതിൽ ചെറുതായി തുറന്ന് പുറത്തേക്ക് നോക്കി. ആരാ? പുറത്തു നിന്നയാൾ വാതിൽ ശക്തിയായി തള്ളിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. ഹേയ്, ആരാ നിങ്ങൾ? എനിക്ക് നല്ല സുഖമില്ല. ആരായാലും പോയിട്ട് പിന്നെ വരൂ. വിക്ടറിന് എന്നെ മനസ്സിലായില്ല. ആഗതൻ പുഞ്ചിരിച്ചു. ഞാൻ മിൽട്ടൺ ലൂയിസ്, തൻ്റെ പാർട്ട്ണർ മാഗിയുടെ ഫിയാൻസയാണ്. ഓ. വിക്ടറിന് പെട്ടെന്ന് തന്നെ അപകടം മണത്തു. രാവിലെ നടന്ന കാര്യങ്ങൾ അയാൾക്ക് നേരിയ ഓർമ്മയുണ്ട്. ഇന്നെന്താ ഉണ്ടായെന്ന് വല്ല നിശ്ചയമുണ്ടോ താങ്കൾക്ക്? മിൽട്ടന്റെ ചിരി മായുന്നില്ല. മിസ്റ്റർ മിൽട്ടൺ, എനിക്കെന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന്. ഓർമ്മ കിട്ടുന്നില്ല. മാഗിയുമായി എന്തോ ഒരു പ്രശ്നമുണ്ടായി. ആഹാ, മിൽട്ടൺ പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെ മറന്നു പോകാൻ മാത്രം താൻ എന്താ വലിച്ചു കയറ്റിയത്? വാട്ട്? വിക്ടർ നെറ്റി ചുളിച്ചു. വലിച്ച സാധനത്തിന്റെ പേരറിയാമോ തനിക്ക് എന്നാണ് ചോദിച്ചത്. മിൽട്ടൺ പൊടുന്നനെ ഗൗരവം പൂണ്ടു. യാ. വിക്ടർ തലകുലുക്കി. എന്തോ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട് ഞാൻ. ഹൈ ആയിരുന്നു. എങ്ങനെയുണ്ട് സാധനം? കൊള്ളാമോ? മനസ്സിലായില്ല. ഇനിയും വേണോ? മിൽട്ടന്റെ മുഖത്ത് വീണ്ടും ആ അമർത്തിയ ചിരി. എൻ്റെ കയ്യിലുണ്ട് കിലോ കണക്കിന്. വാട്ട് ഡു യു മീൻ? പ്രിയ സുഹൃത്തെ, മിൽട്ടൺ അയാളുടെ തോളിൽ കൈയിട്ടു. ആവശ്യമില്ലാത്തടത്ത് കയറി ഇടപെടുന്ന അസുഖം തനിക്ക് വളരെ കൂടുതലാണ്. കുറെ കാലമായി ഇത് തുടങ്ങിയിട്ട്. താങ്കളെ ഒന്ന് ഭയപ്പെടുത്തി വിടണമെന്ന് ഞാൻ പലവട്ടമായി ചിന്തിക്കുന്നു. പക്ഷേ ഇനി അതുകൊണ്ട് കാര്യമില്ല. അയാൾ വിക്ടറുടെ മുഖം തനിക്ക് അഭിമുഖമായി തിരിച്ചു പിടിച്ചു. ഇരു കൈകളും കവിളി ചേർത്ത് പിടിച്ചുകൊണ്ട് അയാളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. വളരെയേറെ ക്ഷമയുള്ള മനുഷ്യനാണ് ഞാൻ. ഒരിക്കലും ചിന്തിക്കാതെ ഒന്നും ചെയ്യാറില്ല. ഒരബദ്ധം പോലും വരുത്താറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഞാൻ നിന്നെ വെറുതെ വിട്ടത്. ഒരു പോലീസ് ഓഫീസറെ കൊന്നാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഇന്ന്... മിൽട്ടന്റെ കണ്ണുകൾ കുറുകി വന്നു. പല്ല് കടിച്ചു പിടിച്ചാണ് അയാൾ സംസാരം തുടർന്നത്. ഇന്ന് നീ എൻ്റെ പെണ്ണിനെ തൊട്ടു. എൻ്റെ ക്ഷമയുടെ പരിധി എന്താണെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നു. പ്ലീസ്, നമുക്ക് മറ്റൊരിക്കൽ സംസാരിക്കാം. ഇന്ന് എനിക്കൊന്നും... വിക്ടർ നിസ്സഹായനായി മിൽട്ടന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന മറ്റു രണ്ടുപേരെ അയാൾ ശ്രദ്ധിക്കുന്നത്. മിൽട്ടൺ കണ്ണു കാണിച്ചപ്പോൾ അവർ അകത്തേക്ക് കയറി വന്ന് വാതിലടച്ച് ലോക്ക് ചെയ്തു. ഗൈസ്,
നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ വെളിയിൽ നിൽക്കാം. മിൽട്ടൺ ചിരിച്ചു. ഞാൻ ഇതുവരെ ഇങ്ങനൊരു കാഴ്ച നേരിൽ കണ്ടിട്ടില്ല, കാണാൻ താല്പര്യവുമില്ല. ആയിക്കോട്ടെ മിൽട്ടൺ. പുറകിൽ നിന്നവൻ വാതിൽ തുറന്നുകൊടുത്തു. സോറി അബൌട്ട് ദിസ് വിക്ടർ. അയാളുടെ കവളിൽ മൃദുവായി തട്ടിക്കൊണ്ട് മിൽട്ടൺ വെളിയിലേക്ക് നടന്നു. അധികം വേദനിപ്പിക്കാതെ വളരെ പെട്ടെന്ന്. പോകുന്ന വഴിയിൽ അയാൾ അവരിൽ ഒരാളോട് മന്ത്രിച്ചു. എതിർത്തിട്ട് ഫലമില്ലെന്ന് വിക്ടർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഒരു മൽപ്പിടുത്തത്തിനുള്ള ശേഷിയും തനിക്കില്ല. സാർ, സമാധാനമായിരുന്ന് സഹകരിക്കുകയാണെങ്കിൽ 2 ബുള്ളറ്റ്സ്. പെട്ടെന്ന് ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു തരാം, ഒട്ടും വേദനയില്ലാതെ. എന്തു പറയുന്നു? വിക്ടറിൻ്റെ കാൽമുട്ടുകൾക്ക് ബലക്ഷയം വന്നു തുടങ്ങിയിരുന്നു. അയാൾ വേയിച്ചുപോയി. മുട്ടിന്മേൽ നിന്നോളൂ. ഒരുത്തൻ അയാളുടെ മുടിയിൽ പിടിച്ച് താഴേക്ക് വലിച്ച് അയാളെ മുട്ടുകുത്തിച്ച് നിർത്തി. സമയം കുറവാണ്, അതുകൊണ്ട് അയാൾ പോക്കറ്റിൽ നിന്നും പിസ്റ്റൾ എടുത്ത് ഒരു നീണ്ട സൈലൻസർ ഘടിപ്പിച്ചു. കണ്ണടച്ച് പിടിക്കൂ മിസ്റ്റർ വിക്ടർ. പിറ്റേന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റ വാൾട്ടർ ആദ്യം തന്നെ തീരുമാനിച്ചത് പപ്പയോട് ക്ഷമാപണം നടത്താനാണ്. സംസാരം അതിരുകടന്നുപോയി. മാഗിയുടെ ഫോൺ വന്ന ടെൻഷനിലായിരുന്നു. അയാൾ ഫ്രഷായി വന്നപ്പോൾ ഫോൺ അടിക്കുന്നുണ്ടായിരുന്നു. ഹലോ, ഡിറ്റക്റ്റീവ് ലെനിൻ. അപ്പുറത്തുനിന്നും ഒരു പുരുഷ സ്വരം. യെസ്, LDPSC, ലൂസിയാന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് സേഫ്റ്റി ആൻഡ് കറക്ഷൻസിൽ നിന്നാണ്. നിങ്ങളുടെ സീരിയൽ നമ്പർ അല്ലേ? അതെ. വാൾട്ടറിന് ഒന്നും മനസ്സിലായില്ല. ഇപ്പോൾ വീട്ടിലില്ലേ താങ്കൾ? അതെ. എന്താ പ്രശ്നം? ദയവായി വീടിൻ്റെ മുൻവാതിലിലൂടെ പുറത്തേക്കിറങ്ങുക. വാട്ട്? എന്താണ് പ്രശ്നമെന്ന് പറയണം മിസ്റ്റർ. അയാളുടെ സ്വരമുയർന്നു. ദയവായി വീടിൻ്റെ മുൻവാതിലിലൂടെ മുറ്റത്തേക്കിറങ്ങുക. അപ്പുറത്തുനിന്നും പറഞ്ഞു തന്നെ ആവർത്തിച്ചു. എന്തോ പ്രാങ്ക് കോൾ ആയിരിക്കുമെന്നാണ് വാൾട്ടർ കരുതിയത്. തൻ്റെ സഹപ്രവർത്തകരിൽ ആരോ ഒപ്പിച്ച തമാശയായിരിക്കണം. പുറത്തേക്കിറങ്ങിയ അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്നാൽ മുറ്റത്ത് കാൽ വച്ചതും ആ കോമ്പൗണ്ടിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി തോക്കുധാരികളായ കുറെ പോലീസുകാർ അയാളുടെ നേരെ ഓടിയെടുത്തു. ലൂസിയാന പോലീസ്, ഗെറ്റ് ഡൗൺ, ഹാൻഡ്സ് വെയർ, വി ക്യാൻ സീ ദം. ഏറ്റവും ആദ്യം അടുത്തെത്തിയ ഉദ്യോഗസ്ഥൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വാട്ട് ദ ഹെൽ? വാൾട്ടർ അമ്പരന്ന് ചുറ്റും നോക്കി. തന്റെ വീടിന്റെ മേൽക്കൂരയിൽ വരെ പോലീസുകാർ. ഗായ്സ്, എന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് നിങ്ങളുടേതാണോ? ആ ഓഫീസർ ഒരു പ്ലാസ്റ്റിക് കവർ ഉയർത്തി കാണിച്ചു. യെസ്. വാൾട്ടർ തലകുലുക്കി. എൻ്റെ ബാഡ്ജാണത്. ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ്. എവിടെ വെച്ചാണ് മിസ്സിംഗ് ആയതെന്ന് ഓർക്കുന്നുണ്ടോ? നോ. വാൾട്ടർ അപകടം മണത്തു കഴിഞ്ഞിരുന്നു. നിങ്ങൾ ഇന്നലെ വൈകിട്ട് വിക്ടറിൻ്റെ വീട്ടിൽ പോയിരുന്നില്ലേ? വാൾട്ടർ മറുപടി പറയാതെ നിഷേധാർത്ഥത്തിൽ തലയാട്ടിയതേ ഉള്ളൂ. ഒന്നും പറഞ്ഞിട്ട് ഇനി ഫലമില്ല. പിന്നെങ്ങനെയാ ഈ ബാഡ്ജ് അയാളുടെ വീട്ടിൽ വരും? വാൾട്ടർ കണ്ണുകളടച്ചു. സംയമനവും പാലിച്ചേ പറ്റൂ. ഇതൊരു ആക്രമണമാണ്, വളരെ ആസൂത്രിതമായൊരു ആക്രമണം. ആ ഉദ്യോഗസ്ഥൻ തൻ്റെ അരയിൽ നിന്നൊരു വിലങ്ങെടുത്ത് വാൾട്ടറുടെ കയ്യിലണിയിച്ചു. ഓഫീസർ വാൾട്ടർ ലെവിൻ, യു ആർ അണ്ടർ അറസ്റ്റ് ഫോർ ദ മർഡർ ഓഫ് ഡിറ്റക്റ്റീവ് വിക്ടർ മാക്സിമസ് ജോൺ. യു ഹാവ് ദ റൈറ്റ് ടു റിമെയിൻ സൈലന്റ്. എനിത്തിങ് യു സേ? മതി. വാൾട്ടർ അയാളെ തടഞ്ഞു. ബാക്കി പറയണ്ട. എനിക്കറിയാത്ത പ്രസംഗമല്ലല്ലോ ഇത്. വാൾട്ടറുടെ മുഖം മുറുകിയിരുന്നു. അപ്പോൾ കോമ്പൗണ്ടിന് വെളിയിൽ തൻ്റെ കാറിലിരുന്ന് ആ കാഴ്ച കാണാൻ ശേഷിയില്ലാതെ വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു മാർഗരറ്റ്.